ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള അതേ ടേസ്റ്റിലുള്ള നമ്മൾ കാജ എന്നൊക്കെ പറയുന്ന മടക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടർമറിക് പൗഡറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു യെല്ലോ കളർ കിട്ടും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാനിതിന് നേരെ പകുതിയാക്കിയിട്ട് 2 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കുക. നമ്മുടെ പച്ചരിപ്പൊടിയാണ് കേട്ടോ, റൈസ് ഫ്ലോർ. അതൊന്ന് തൂക്കി കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. സ്ക്വയറായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. ഞാൻ ജസ്റ്റ് റൗണ്ടായിട്ട് പരത്തിയെടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യൊന്ന് നല്ലോണം ഒന്ന് തടവി കൊടുക്കുക. എല്ലാ സ്ഥലത്തും നെയ്യൊന്ന് തടവി കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് തന്നെ തടവി കൊടുക്കുക. അപ്പം ഞാൻ നന്നായി നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് പച്ചരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വിതറി കൊടുക്കുക. അപ്പം ഞാൻ നന്നായി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ലെവലായിട്ട് നമ്മൾ പരത്തുന്നെങ്കിൽ ആ സൈഡൊക്കെ ഫിനിഷിങ്ങോടെ ലെവലായിട്ട് കിട്ടും കേട്ടോ. ഞാൻ റൗണ്ടായിട്ട് പരത്തിയത് കൊണ്ടാണ് ആ സൈഡൊക്കെ അങ്ങനെ കാണുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അധികം പ്രസ് ചെയ്യാതെ ഒന്ന് നീളത്തിലേക്കാക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്, ഓപ്പോസിറ്റ് അല്ല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഇതും ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ഒരു 25-30 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, ചെറിയ സൈസാണെങ്കിൽ. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഒരു സൈഡ് ചെറുതായി കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. നല്ലോണം ഫുള്ളായിട്ട് ബ്രൗൺ കളറാവാനായിട്ട് നിൽക്കണ്ട. സൈഡിലൊക്കെ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മാറ്റണം ഇതിൽ നിന്നും. ഇങ്ങനെ ഒരു ലെയറായിട്ടൊക്കെ സൈഡിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് ഇതിൽ നിന്നും മാറ്റിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചുട്ടെടുത്താൽ മതി.
എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം നല്ലോണം ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാൻ പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പിലും ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഡിപ്പ് ചെയ്തെടുക്കുക. 1 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളവും എന്ന രീതിയിലൊന്ന് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് അതിലോട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ എടുത്ത് വെക്കുക. അതിലോട്ട് തന്നെ കുറേ നേരം ഇട്ട് വെക്കരുത്, അപ്പം തന്നെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഷുഗർ പൗഡർ നമ്മുടെ പഞ്ചസാര പൊടിച്ചത് 2 സൈഡിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലോട്ട് കൊടുത്ത ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.